അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നൂറെ ഹബീബ് മജ്ലിസ് ഇപ്പോൾ നിലവിൽ നിരവധി വിമർശനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അഥവാ വിമർശനങ്ങൾ സാധാരണയായിട്ട് വരാറുണ്ടെങ്കിലും ഇപ്പോൾ സാധാരണ വരുന്നത് പോലെ അല്ല. നിരവധി ചാനലുകളും മറ്റും അതിൻ്റെ പിറകെ തന്നെ ഉണ്ട്. അതിൻ്റെ റീസൺ എന്താണ്? പല റീസണുകളാണ് പലരും കണ്ടിട്ടുള്ളത്. എന്നാൽ നൂറെ ഹബീബ് മജ്ലിസ് വിജയിച്ച് മുന്നോട്ട് പോകുന്നു എന്നതുള്ള കാരണം കൊണ്ട് അതില്ലാതാക്കാൻ ശ്രമിക്കുന്ന ആളുകളും കൂട്ടത്തിലുണ്ട് എന്ന് പറയാതെ വയ്യ. അൻസാരി സുഹരി ഉസ്താദ് നിരവധി കാര്യങ്ങളിലൂടെ എല്ലാവർക്കും സുപരിചിതനായ വ്യക്തിയാണ്. അദ്ദേഹം പറയുന്ന കാര്യങ്ങളിലെല്ലാം സാധാരണ കഴമ്പുള്ള കാര്യങ്ങൾ മാത്രമാണ് അദ്ദേഹം പറയാറുള്ളത്. ഇതിലും അദ്ദേഹം രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ നൂറെ ഹബീബിനെ കുറിച്ച് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിലൊന്ന്, നൂറെ ഹബീബ് തങ്ങളുടെ പഴയ കുറച്ച് വീഡിയോകൾ അദ്ദേഹം എടുത്ത് കാണിച്ച് ലൈവിൽ വരുന്ന ആളുകൾ, ഇപ്പോൾ ലൈവ് തുടങ്ങുമ്പോൾ ലൈവിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറേ ആൾക്കാർ ലൈവിൽ വന്ന് സലാം പറയും, മറ്റു കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവരൊക്കെ പേരെടുത്ത് വിളിച്ച് പറയുന്നൊരു സംഭവം, അത് സ്ത്രീകളെ പേര് വിളിക്കുന്നുണ്ട്. അത് നോർമലി നമ്മൾ മറ്റുള്ള ലൈവുകളിലൊന്നും കാണാത്തൊരു സംഭവമാണ്. സാധാരണ ഉസ്താദന്മാർ കുറേ ലൈവ് നടത്തുന്ന ആളുകളുണ്ട്, തങ്ങന്മാരുണ്ട്. പക്ഷേ അവരൊന്നും ലൈവിലുള്ള ആൾക്കാരെ പേര് വിളിച്ചിട്ടുള്ള ഒരു അഭിസംബോധന ചെയ്യാറില്ല. അതൊരു നല്ല ശൈലിയാണോ എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യണം. അതുപോലെ തന്നെ പിന്നെ അദ്ദേഹം പറയുന്നത് ലൈവ് നടത്തുന്നത് പ്രശ്നമില്ല, കാരണം തങ്ങളെക്കുറിച്ച് നമുക്കൊക്കെ അറിയാം. തങ്ങൾ നിഷ്കളങ്കനായ ഒരാളാണ്. അൻസാരി ഉസ്താദ് വീണ്ടും വീണ്ടും പറയുന്നുണ്ട്, തങ്ങളെ കാണുമ്പോഴും വീഡിയോകൾ കാണുമ്പോഴൊക്കെ നമുക്കറിയാം തങ്ങളൊരു നിഷ്കളങ്കനായ മനുഷ്യനാണ് എന്നുള്ളത്. എന്നാൽ നമ്മൾ ലൈവ് നടത്തുമ്പോൾ ഇസ്ലാമികപരമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ കൂടി ശ്രമിക്കുകയാണെങ്കിൽ അത് മറ്റുള്ളവർക്ക് ഒരു നല്ലതല്ലേ എന്നുള്ള രൂപത്തിലാണ് അദ്ദേഹം സംസാരിച്ചത്. കാരണം കുറേ ദിക്റും സ്വലാത്തും ചൊല്ലുക എന്നുള്ളത് കൊണ്ട് നല്ല കാര്യം തന്നെയാണ്. കൂട്ടത്തിൽ ഇസ്ലാമിനെ പഠിപ്പിച്ചു കൊടുക്കാൻ കൂടി ശ്രമിച്ചാൽ അത് മറ്റുള്ള ആളുകൾക്ക്, ഇതിനെ വീക്ഷിക്കുന്ന ആളുകൾക്ക് ഒരു നേട്ടമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം അദ്ദേഹം വീഡിയോ ചെയ്യേണ്ടായി കാരണം പറയുന്നുണ്ട്, കുറേ മുസ്ലിമുകളല്ലാത്ത സുഹൃത്തുക്കൾ അദ്ദേഹത്തിന് വീഡിയോ അയച്ചു കൊടുത്തുകൊണ്ട് ചോദിച്ചു, ഇതാണോ ഇസ്ലാം എന്ന് ചോദിച്ചപ്പോഴാണ് അദ്ദേഹം അതിനെ പ്രതികരിച്ച് രംഗത്ത് വന്നത് എന്നാണ്. അഥവാ 3 വർഷമായിട്ട് കാണാറുണ്ട്, ഇപ്പോഴാണ് അതിന് പ്രതികരിച്ച് രംഗത്ത് വന്നത് എന്നുള്ളത് മാത്രമാണ്. അദ്ദേഹം എല്ലാം പഠിച്ച് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇതിനുവേണ്ടി രംഗത്ത് വന്നിട്ടുള്ളത്. എന്നാൽ ആ ഒരു പറഞ്ഞതൊരു പോയിൻ്റാണ്. ഞാൻ അൻസാരി ഉസ്താദിൻ്റെ കാര്യത്തിൽ സപ്പോർട്ടാണ്. കാരണം ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകൾ യൂട്യൂബിലൊക്കെ നോക്കുമ്പോൾ ഇങ്ങനത്തെ വീഡിയോ കാണുമ്പോൾ അതിൽ നമ്മൾ ഇസ്ലാമികമായിട്ട് എന്തെങ്കിലും അവർക്കൊരു പ്രചോദനം നൽകുന്ന കാര്യങ്ങൾ പഠിപ്പിക്കാൻ കൂടി കഴിയുകയാണെങ്കിൽ അൽഹംദുലില്ലാ വളരെ നന്നായിരിക്കും. ഇപ്പോൾ നൂറെ ഹബീബ് തങ്ങളുടെ ലൈവിൽ കുറേ ഉസ്താദുമാർ വേറുണ്ട്. അപ്പോൾ നല്ലവണ്ണം പഠിച്ച ഉസ്താദുമാർക്ക് ആർക്കെങ്കിലും ജസ്റ്റ് പുതിയൊരു അറിവ് കാര്യങ്ങൾ അതിൽ എക്സ്ട്രാ ഇപ്പോൾ കുറേ ലൈവ് വരുന്നുണ്ടല്ലോ, അതിലൊന്ന് പഠിപ്പിച്ചു കൊടുത്താൽ വളരെ നന്നായിരിക്കും അൽഹംദുലില്ലാ. പിന്നെ അതുപോലെ തന്നെ നൂറെ ഹബീബ് തങ്ങളുമായിട്ട് ഫോൺ സംഭാഷണം നടത്തിയ കാര്യം അൻസാരി ഉസ്താദ് യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ ഷെയർ ചെയ്യുകയുണ്ടായി. അതിലും തങ്ങളെ സംസാരത്തിലും തങ്ങൾ വളരെ നിഷ്കളങ്കരാണെന്ന് നമുക്ക് മനസ്സിലാകും. അതിൽ ആ കൊടിമരത്തെക്കുറിച്ച് നല്ലോണം സംസാരിക്കുന്നുണ്ട്. അപ്പോൾ കൊടിമരത്തിൻ്റെ വിഷയത്തിൽ തങ്ങൾ പറയുന്നത്, ആ കൊടിമരത്തിൽ ക്യാഷ് ഇടുന്ന കാര്യം ഞാൻ അറിയില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് തങ്ങൾ തന്നെ താല്പര്യമില്ലാത്ത രൂപത്തിലാണ് അത് വീക്ഷിക്കുന്നതെന്നെങ്കിൽ ആ പരിപാടി നിർത്തലാക്കി കഴിഞ്ഞാൽ തന്നെ ഏറെക്കുറെ വിവാദങ്ങൾ ഇല്ലാതാവും. കാരണം നോർമലി പുതിയൊരു കാര്യം ഉണ്ടാകുമ്പോഴേ അതിലേക്ക് പൈസ ഇട്ടാൽ എന്താണ് അതിൻ്റെ ഗുണം എന്നുള്ള കാര്യങ്ങൾ കൂടി ജനങ്ങളിലേക്ക് ഒന്നുകൂടി എത്തിച്ച് കാര്യങ്ങൾ സംസാരിച്ച് ബോധ്യപ്പെട്ടാൽ ചിലപ്പോൾ ആ പ്രശ്നം തീരും. അല്ലെങ്കിൽ അത് ആ സംഭവം നിർത്തി തൽക്കാലം സാധാരണ രൂപത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അതും നല്ലതാണ്. എന്തായാലും കാര്യങ്ങൾ ആലോചിച്ച് തീരുമാനമെടുക്കാനുള്ള ആളുകളൊക്കെ അവിടെ ഉണ്ട്. നമ്മൾ ഒരിക്കലും ഉപദേശകരോ വിമർശകനോ അല്ല. കാരണം വിമർശിച്ചത് കൊണ്ട് ഒന്നും കിട്ടാനില്ല, നമുക്ക് ദുരന്തം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതാ അള്ളാഹുവിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ നമ്മൾ കാര്യങ്ങൾ നോക്കാതെ ഒരാളെ വിമർശിച്ച് നടക്കുക എന്നുള്ള കാര്യത്തിൽ നമ്മളൊക്കെ വളരെ വീക്കായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ ഞാൻ ആളല്ല. ഞാൻ ജസ്റ്റ് കണ്ടപ്പോൾ പ്രതികരണങ്ങളൊക്കെ ഓരോരുത്തർ പറഞ്ഞപ്പോൾ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. കാരണം നോർമലി നൂറെ ഹബീബിൻ്റെ കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് ഞാൻ. അവരുടെ വീഡിയോകളൊക്കെ ഷെയർ ചെയ്യാറുമുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. കൂട്ടത്തിൽ ഞാൻ മുൻ പറഞ്ഞതുപോലെ തന്നെ ആ കാര്യം വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്. എന്താണെന്ന് വെച്ചാൽ നൂറെ ഹബീബ് മജ്ലിസിലേക്ക് വരുന്ന സ്ത്രീകൾ ആ മജ്ലിസിൽ പങ്കെടുക്കുമ്പോൾ സ്ത്രീകളും പുരുഷന്മാരും തമ്മിലുള്ള മറ, ഈ കാര്യങ്ങൾ തങ്ങളുമായിട്ട് സംസാരിക്കാൻ സ്ത്രീകൾ വരുമ്പോൾ സംവദിക്കുമ്പോൾ അതിന് ജസ്റ്റ് എന്തെങ്കിലും ഒരു മറ, ഈ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ
ഒന്നുകൂടി അൽഹംദുലില്ലാ ഭംഗിയാകും, അള്ളാഹു ഉയരങ്ങളിൽ എത്തിക്കുമെന്നത് തീർച്ചയാണ്. അപ്പോൾ ആ കാര്യങ്ങൾ ഇസ്ലാം പറഞ്ഞ രൂപത്തിലുള്ള കാര്യങ്ങളിലൂടെ ഒന്നുകൂടി സൂക്ഷ്മമായിട്ട് പോയാൽ അൽഹംദുലില്ലാ ഈ മജ്‌ലിസ് ഇനിയും ഉയരങ്ങളിലെത്തും. ഇൻഷാ അല്ലാഹ് വിമർശനങ്ങളൊക്കെ ഇല്ലാതെയാകും. നാഥൻ തൗഫീഖ് നൽകുമാറാവട്ടെ. അമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അതൊരു ആരാധന വസ്തുവല്ലേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ആരാധന വസ്തുവല്ലേ, ഓക്കെ ശരി. പക്ഷെ അതിന്റെ താഴെ ജനങ്ങൾ പൈസ കൊണ്ടിടുന്നതിന് വേണ്ടിയാ. അത് ഞാൻ അറിയില്ല. ആ മറുപടി ഒരു കൃത്യമായ മറുപടി. തങ്ങൾ എനിക്ക് സ്നേഹമുണ്ട്. ഒരു കാര്യം എനിക്ക് പറയാം, ഞാൻ പറയട്ടെ, തങ്ങൾ വ്യക്തിപരമായിട്ട് ഒരു നിഷ്കളങ്കന എനിക്ക് നന്നായിട്ട് അറിയാം. തങ്ങൾ ഒരു പാവമാണ്, നിഷ്കളങ്കന. പക്ഷെ വേറെ കാര്യമുണ്ട്, തങ്ങളെ ആ നിഷ്കളങ്കതയെ സമൂഹത്തിൽ അത് നമ്മൾ കച്ചവടമാക്കരുത്. വളരെ സ്നേഹത്തെ പറയാം, അത് കച്ചവടമാക്കരുത്. താങ്കൾ ജനങ്ങൾക്ക് ഈ കൊടിമരത്തിന്റെ താഴെയൊക്കെ പൈസ കൊണ്ടിടുന്നത് എന്ത് പുണ്യമാണ്. ഈ ഒരു ഞാനത് ഇട്ട് കഴിഞ്ഞ ശേഷം കണ്ടത്. ഞാൻ എത്തിച്ചതിന് ശേഷം കണ്ടത്. ഞാൻ നോമ്പ് നോക്കിട്ടാ പറയുന്നത്. ഞാനത് കൊടിമരത്തിന് ജനങ്ങൾ ആരാധിക്കുന്നില്ല അന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞു എന്ന് പറഞ്ഞത് അതൊരു ഞാനതില് ആരോടും പൈസ തരാൻ പറഞ്ഞിട്ടില്ല. അതിലിപ്പോ ഞങ്ങള് മറ്റുള്ള മണല് നടക്കാൻ നിൽക്കാണ്. പൈസ ഞാൻ പറഞ്ഞില്ലല്ലോ, ആ ഇട്ട പൈസ തിരിച്ചു കൊടുത്തായിരുന്നു അവർക്ക്. ഓക്കെ, പിന്നെ ആയിക്കോട്ടെ. പിന്നെ പൈസ തിരിച്ചു കൊടുത്തോ? ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ല. പൈസ ഇടരുതെന്ന് പറഞ്ഞു, പക്ഷെ ഇട്ട പൈസ തിരിച്ചു കൊടുത്തോ? ഇല്ല. എന്തുകൊണ്ടാ? ലക്ഷ്യം അത് തന്നെയാണ്. ലക്ഷ്യപ്രാപ്തി എന്നുള്ളത് അവിടെ പൈസ വീണമെന്നുള്ളതാണ്. ഇല്ലെങ്കിൽ തങ്ങളെ ഇടുന്ന സമയത്ത് തടയണ്ടേ? ഇത്രയും പൈസ ഇത് പ്രവാസ ലോകത്ത് പാവപ്പെട്ട മുഅ്മിനീങ്ങൾ പൊന്നു തങ്ങളെ കഷ്ടപ്പെടുന്ന വിയർപ്പൊഴുക്കുന്ന പൈസ പറയുന്നത്. അല്ല, അതൊന്നും എനിക്ക് പ്രശ്നമില്ല. കാരണം അബീബായ മുത്തലിബിക്ക് ചെറിയ തെറി കേട്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഉസ്താദ് നിബിതങ്ങൾ തെറി കേട്ടത് എന്തിനാണെന്ന് മനസ്സിലാക്കുക, നമ്മൾ കേൾക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാക്കുക. ഞങ്ങൾ അതിനോട് ഉപമിക്കരുത്. മൂസാ നബിയും ചന്ദ്രാപ്പനും മൂസാക്കയും രണ്ടാണ്, അത് മനസ്സിലാക്കണം. ചന്ദ്രാപ്പനും മൂസാ നബിയോട് ഉപമിക്കരുത്. തങ്ങളോട് ബഹുമാനമുണ്ട്, സ്നേഹമുണ്ട്, നിങ്ങൾ എനിക്ക് ഇഷ്ടം തന്നെയാണ്, മനസ്സിലായ. അതിനകത്തൊന്നും കുഴപ്പമില്ല. തങ്ങൾ അങ്ങനെ ഉപമിക്കാൻ തരുന്നുണ്ട്. വിധങ്ങൾ നിങ്ങളെ പല ആളുകളും വരും. നിങ്ങളെ തെറ്റിദ്ധാരണ ആദ്യം മാറ്റി. തങ്ങളെ ആരെങ്കിലും ഒരാൾ കമ്പിട്ടിളക്കുമ്പോ അങ്ങനെ കുലുങ്ങുന്ന ആളല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ കാലം അത്രയും സോഷ്യൽ മീഡിയ, ഞാൻ ഒരു 2 കൊല്ലത്തിനടുത്തേ ഉള്ളൂ. ഈ കാലം അത്രയും തങ്ങളുടെ വീഡിയോ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഈ സജീവമായിട്ട് 2-2.5 കൊല്ലമായിട്ട് സജീവമായിട്ട് കാണുന്ന ഒരാളാണ്. ഈ പലതും കാണുന്നുണ്ട്, പലതും കേൾക്കുന്നുണ്ട്. പക്ഷേ 3 കൊല്ലം മുമ്പുള്ള വീഡിയോ തങ്ങളെ ഞാൻ പ്രതികരിച്ചിട്ടില്ല. ഞാനിപ്പോ പ്രതികരിക്കേണ്ടി വന്ന കാര്യം പറഞ്ഞില്ലേ. 3 കൊല്ലമാണെങ്കിലും 10 കൊല്ലമാണെങ്കിലും ഒരു സഹോദര സമുദായത്തിൽപ്പെട്ട ഇസ്ലാമിനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന, ഇസ്ലാമിന്റെ ലീഡേഴ്സിനെ കുറിച്ച് കൃത്യമായി പഠിക്കുകയും എഴുതുകയും ചെയ്യുന്ന ഒരു സഹോദര സമുദായത്തിൽപ്പെട്ട ഒരാൾ വീഡിയോ അയച്ചെന്നിട്ട് പറഞ്ഞു, എന്താണ് ഉസ്താദ് ഈ മതത്തിന്റെ കേരളത്തിലെ അവസ്ഥയെന്ന് പറയുമ്പോൾ ഞാൻ അതിനോട് പ്രതികരിക്കണ്ടേ? എന്റെ മനസ്സിൽ സ്വാഭാവികമായി വൈകാരികത ഉണ്ടാവില്ലേ? എന്റെ മതത്തെ അവഹേളിക്കുന്നതിനോട് വൈകാരികത ഉണ്ടാവില്ലേ? അല്ല പൊന്നു തങ്ങളെ, എനിക്ക് നിങ്ങളോട് ദേഷ്യമൊന്നുമില്ല. നിങ്ങൾ രണ്ടാമത്തെ കാര്യം, നിങ്ങൾ തങ്ങളൊന്നും നിനക്ക് എന്നോട് ദേഷ്യപ്പെട്ടാലും ഞാൻ തിരിച്ച് ദേഷ്യപ്പെടത്തില്ല. പക്ഷെ വേറെ ഞാൻ മറുപടി പറഞ്ഞിരിക്കും. ഓക്കെ, ശരി.